ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി തീയലിന്റെ റെസിപ്പിയാണ് കേട്ടോ. തേങ്ങ കൊണ്ട് നല്ല വറുത്തരച്ച നമ്മുടെ പാവയ്ക്ക തീയൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഒരു പറ ചോറുണ്ണാം. ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് ചോറുണ്ണാനായിട്ട് കേട്ടോ. അപ്പോൾ വേറെ ഒരു സൈഡ് ഡിഷിന്റെ ആവശ്യമില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക തീയലാണ്. സാധാരണ നമുക്കറിയാം പാവയ്ക്ക തീയലൊക്കെ വയ്ക്കുന്ന സമയത്ത് പാവയ്ക്കയുടെ കയ്പ്പ് കാരണം നമ്മൾ ഈ പാവയ്ക്ക തീയലോ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയോ ഒന്നും ചിലർ കഴിക്കാറില്ല അല്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ സത്തുള്ളതും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഈ പാവയ്ക്ക എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിൽ അധികം കയ്പോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക തീയൽ തയ്യാറാക്കാമേ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരമുറി തേങ്ങ ഞാൻ ചിരകിയത് ഇതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ നല്ലോണം വറുത്തെടുക്കണേ. നമുക്ക് ഈ തേങ്ങ നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ലോണം ചൂടുണ്ടാവും. അതുകൊണ്ട് തന്നെ തീ മീഡിയം ഫ്ലെയിമിലിടുക. ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുക്കാൻ പാടില്ല കേട്ടോ. ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത്യാവശ്യം സമയം എടുത്തതിന് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ തീയലിന് ആ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഈ മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച തന്നെ നമുക്ക് വച്ചിരുന്ന് നല്ല ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു തീയലാണ് കേട്ടോ. ഇതിൻ്റെ ചാറൊക്കെ ഓരോ ദിവസം ചെല്ലും തോറും ഇതിൻ്റെ ചാറെല്ലാം കുറുകി 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 നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമുക്ക് ചോറിനോടൊപ്പം ആണെങ്കിൽ നമുക്ക് കാപ്പിയോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇന്ന് തീയൽ വെച്ചിട്ട് പിറ്റേ ദിവസം നാളെ രാവിലെ കാപ്പിയോടൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. കാപ്പി കഴിക്കാനൊക്കെ ഞാൻ തീയൽ എടുക്കാറുണ്ട്. ദോശയുടെയും ഇഡലിയോടൊപ്പമൊക്കെ ഇത് തീയലും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ഇഷ്ടമാണെങ്കിൽ ചെയ്തു നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം തേങ്ങ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇതാ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് തേങ്ങ. ഇത്രയും പോരാ, നമുക്ക് നല്ലോണം മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ തേങ്ങയെല്ലാം നല്ലോണം മൂത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ തേങ്ങയുടെ പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികൾ കൂടെ ആഡ് ചെയ്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിന് നല്ലോണം ചൂടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ചൂടിൽ കിടന്നാണ് നമ്മുടെ പൊടികളുടെയൊക്കെ ആ പച്ച ചുവയൊന്ന് മാറി കിട്ടേണ്ടത് കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാമേ. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ചൂടൊന്ന് ആറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ സമയം ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ നല്ലോണം കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് മാറ്റി വയ്ക്കാമേ. ഇനി നമ്മുടെ പൊടികളുടെയൊക്കെ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതിൽ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കേട്ടോ അരച്ചെടുക്കാൻ. ആദ്യമേ നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കാൻ പാടില്ല. നമ്മുടെ തേങ്ങയൊന്നും പെട്ടെന്ന് അരഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അരയ്ക്കുകയാണെങ്കിൽ നല്ലോണം നല്ല പേസ്റ്റായിട്ട് നമുക്ക് അരച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് റെഡിയാക്കി എടുക്കാമേ. അപ്പോൾ നമ്മുടെ അരപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പാവയ്ക്ക കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. അപ്പോൾ എണ്ണയിലിട്ട് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ആ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ അങ്ങ് മാറി കിട്ടും കേട്ടോ. അപ്പോൾ കയ്പ്പ് കാരണം കഴിക്കാതിരിക്കുന്നവർക്കൊക്കെ ഈ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ മാറുകയും ചെയ്യും. എല്ലാവർക്കും നല്ല വൃത്തി കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്തോണം കേട്ടോ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക, ബാക്കിയുള്ള പാവയ്ക്ക നമുക്ക് അതേപോലെ ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. ഇങ്ങനെ ഇട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടം എന്നൊക്കെ പറയില്ലേ, ആ ഒരു പരുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള പാവയ്ക്കയും നല്ലോണം ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതും പാത്രത്തിലോട്ട് മാറ്റാമേ. അപ്പോൾ നമ്മുടെ പാവയ്ക്ക എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലെ വെളിച്ചെണ്ണയിൽ ഞാൻ ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 4 5 ഉലുവയും കൂടെ ഇടുന്നുണ്ട്. അതും കൂടെ ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതെടുക്കാമേ. അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തത്, കൂടാതെ
ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. ഇനി വെളുത്തുള്ളിയും മുളകും ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടിയൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഇനി എരിവൊക്കെ കുറച്ച് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 2-3 പച്ചമുളകും കൂടെ ആഡ് ചെയ്യാമേ. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത്രയും നമുക്ക് ആഡ് ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ നിറമൊന്നും മാറി കിട്ടേണ്ട, നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഒക്കെ കുറച്ചൊന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അതെല്ലാം ഒന്ന് സോഫ്റ്റ് ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ എന്താണ് പാവയ്ക്കയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ പുളി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സമയം നമുക്ക് ഇതിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം പുളിവെള്ളം നല്ലോണം ഒന്ന് തിളയ്ക്കണം. നല്ലോണം തിളച്ച് ആ പുളിയുടെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അതൊന്ന് മാറി വരാനായിട്ട് നമ്മൾ അതൊന്ന് തിളയ്ക്കാനായിട്ട് വിട്ടു കൊടുക്കണം കേട്ടോ. നല്ല തിള വരണം. തിള വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അരപ്പിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ആവശ്യത്തിനുള്ള വെള്ളം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളം വരെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം കേട്ടോ. 1.5 ഗ്ലാസ് വെള്ളം വരെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കണേ. ഈ സമയം തന്നെ നമ്മൾ ഇതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുവരെയ്ക്ക് ഇതിലോട്ട് ഉപ്പിട്ടില്ല. അപ്പോൾ ആ സമയം നമ്മൾ ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം തിളപ്പിക്കണം. തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന പരുവമുണ്ടല്ലോ, ഈ സമയം കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കണം കേട്ടോ. തീ മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകി വരും കേട്ടോ. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിനെക്കാളും കുറച്ചുകൂടെ ഇതൊന്ന് കട്ടിയാവും കേട്ടോ. അതാണ് ഇതിന്റെ പരുവവും ടേസ്റ്റും കേട്ടോ. ഇത് വച്ചിരുന്ന് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ പിറ്റേ ദിവസം ആവുമ്പോഴാണ് ഇതിന്റെ ടേസ്റ്റ് അങ്ങ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ആ പരുവത്തിൽ ഓഫ് ചെയ്തതാണ് കേട്ടോ. ഇപ്പൊ കണ്ടോ, അതൊന്ന് തണുത്തതിന് ശേഷം നല്ല കട്ടിയായി കേട്ടോ. നമ്മുടെ ചോറും നമുക്ക് ഈ ഒരു തീയലും മാത്രം മതി കേട്ടോ നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ബൈ ബൈ.